ഈ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് ടാറ്റയുടെ വണ്ടികൾ ആൾക്കാർ എടുക്കരുത് എന്ന് ബാക്കിയുള്ളവർ ടാറ്റയുടെ വണ്ടി എടുക്കാത്തവർ പോലും പറയുന്നത് എനിക്ക് പറയേണ്ടി വരും. ഈ വണ്ടി ടാറ്റ പഞ്ച് 2024 മോഡല് 28,000 കിലോമീറ്റർ ഈ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടിക്ക് 3 കിലോമീറ്റർ ഓടാൻ 20% ചാർജ് വേണം 3 കിലോമീറ്റർ ഓടാൻ. അതായത് ഈ വണ്ടിയുടെ ബാറ്ററി ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇത് വിഷ്ണു എന്ന് പറഞ്ഞ എന്റെ സുഹൃത്താണ്. ഹലോ, എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഇതിന്റെ യൂസർ റിവ്യൂ ഞാൻ കൊണ്ടുവരണമെന്ന് കുറെ നാളായിട്ട് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ കണ്ടന്റ് വെച്ചിട്ടുള്ള യൂസർ റിവ്യൂ ആണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്താണ് ആക്ച്വലി വണ്ടിക്ക് പ്രശ്നം? വണ്ടിക്ക് പ്രശ്നം വെച്ചാൽ നമ്മളിപ്പം 20% കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് ഡൗൺ ആവും. ഇപ്പൊ വണ്ടി ഓടുവാണെങ്കിൽ ഒരു 3-4 കിലോമീറ്റർ ബാറ്ററി ബാക്കപ്പ് കിട്ടും. അത് കഴിഞ്ഞാൽ അപ്പോൾ ഡൗൺ ആണ്. നമുക്ക് കാണാൻ പറ്റും ബാറ്ററി കുറയുന്നത് 20, 18, 17 അങ്ങനെ കാണാൻ പറ്റും. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ വണ്ടി നിർത്തിയിട്ടാൽ പോലും ഓരോ മിനിറ്റിലും ഓരോ പെർസെന്റേജ് വെച്ച് കുറയുന്നതായിട്ട് നമുക്ക് കാണാം. വണ്ടി ഓടേണ്ട ആവശ്യം ജസ്റ്റ് ഓൺ ആക്കി വെച്ചാൽ മതി. AC വരെ ഓഫ് ആക്കിയാൽ പോലും ചാർജിങ് കുറഞ്ഞുകൊണ്ടിരിക്കും. അത് എന്തുകൊണ്ടാണ് റീസൺ എന്ന്? റീസൺ എനിക്ക് മാത്രമല്ല ഈ ഇഷ്യൂ, നമ്മുടെ ഈ ടാറ്റയുടെ ഗ്രൂപ്പിലുള്ള ഒരു 5-6 പേർക്ക് ഈ സെയിം ഇഷ്യൂ ഉണ്ട്. അവർ പറയുന്നത് ഈ ഒക്റ്റിൽ എന്ന് പറഞ്ഞ ബാറ്ററി പാക്കിന്റെ ഇഷ്യൂ ആണെന്ന് പറയുന്നത്. അതായത് അവരുടെ കമ്പനിയുടെ ഒക്റ്റിൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ബാറ്ററി പാക്ക് ആണ് യൂസ് ചെയ്യുന്നത്. ആ ബാറ്ററി യൂസ് ചെയ്ത എല്ലാവർക്കും ഈ ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? വണ്ടിയുടെ അടിയിൽ മറ്റേ അടിയിൽ പ്ലേറ്റ് കാണാം. ബാറ്ററി പാക്കിന്റെ താഴെ നിങ്ങൾ അലൈൻമെന്റ് ചെയ്യാൻ എല്ലാം നോക്കുന്ന സമയത്ത് വണ്ടി പൊക്കുമ്പോൾ നിങ്ങൾ ഏത് മാനുഫാക്ചറുടെ ബാറ്ററി ആണ് അല്ലെങ്കിൽ ഏത് ടീമാണ് നിങ്ങൾക്ക് ബാറ്ററി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മെയിൻലി കംപ്ലൈന്റ് വരുന്ന ഈ ഒരു ബ്രാൻഡിന്റെ പർട്ടിക്കുലർ ബ്രാൻഡിന്റെ ടാറ്റയുടെ ആണ്. അതുപോലെ ഈ ബാറ്ററിയുടെ, അതുപോലെ ഫസ്റ്റ് ബാച്ചിൽ വന്ന വണ്ടിക്കാണ് ഇഷ്യൂ. ഞാൻ ഫസ്റ്റ് ഫെബ്രുവരി എടുത്ത വണ്ടിയാണ്, ജനുവരി അങ്ങനെ ലോഞ്ച് ആയിട്ട്. അപ്പൊ ഫസ്റ്റ് വെച്ച് വന്ന എല്ലാവർക്കും ഈ ഒരു ഇഷ്യൂ പറയുന്നുണ്ട്. പിന്നെ പലരും ഈ ഇഷ്യൂ അറിയുന്നില്ല. കാരണം 20% താഴെ ആരും വണ്ടി കൊണ്ടുപോകില്ല. നമ്മൾ എന്തായാലും 25-30 ആകുമ്പോൾ ചാർജ് ചെയ്യുമല്ലോ. അപ്പൊ എല്ലാവരും 20% താഴെ വണ്ടി കൊണ്ടുപോയാൽ അറിയാൻ പറ്റും. അതായത് 100% രാവിലെ വണ്ടി ഫുൾ ചാർജ് ചെയ്യുന്നു, ഇറങ്ങുന്നു. നമ്മൾ നോർമൽ കിലോമീറ്റർ എത്ര കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുണ്ട് ഈ വണ്ടിക്ക്? ഇതിനൊരു 200-220 അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പൊ 220 കിലോമീറ്റർ നമ്മൾ ലോങ് പോകുന്ന സമയത്തായിരിക്കും നമ്മൾ ചിലപ്പം 20% താഴെ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ 30 ആകുമ്പോൾ തന്നെ വീട്ടിൽ കൊണ്ട് കുത്തിയിടാനല്ലേ പതിവ്. സ്ലോ ചാർജ് അല്ലേ കൂടുതലും ചാർജ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 20% അകത്ത് താഴെ പോയപ്പോഴാണ് ഈ ഒരു ഇഷ്യൂ കണ്ടുപിടിച്ചത്. എല്ലാവരും എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ബാറ്ററി അറിയാൻ പോകുന്നില്ല. ഞാൻ എപ്പോഴും ലോങ് പോകുമ്പോഴേ അറിയുള്ളൂ. ഇതിപ്പോ എന്റെ വീട്ടിലേക്ക് ഒരു 10 കിലോമീറ്റർ ഗ്യാപ്പുള്ള സമയത്താണ് സഡൻ ഡ്രോപ്പ് ആയത്. അപ്പൊ ടാറ്റ നാളെ വന്നു വണ്ടി ടോ ചെയ്ത് കൊണ്ടുപോയത്. അതായത് 20 താഴെ പോയപ്പോൾ പെട്ടെന്ന് 20 താഴെ പോയപ്പം വീട്ടിലേക്ക് എത്താൻ 7 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ എനിക്ക് ഷുവർ എന്തായാലും 20% എന്തായാലും 40 കിലോമീറ്റർ 35 കിലോമീറ്റർ കിട്ടും. ഞാൻ വന്ന് പിന്നെ ഞാൻ നോക്കിയില്ല, ചാർജ് നോക്കിയില്ല. കുറച്ച് എത്തുമ്പോൾ 10% വാണിംഗ് വന്നു. അത് കഴിഞ്ഞ് 5%. പിന്നെ ടോ ചെയ്യാൻ വണ്ടി വന്നില്ലേ, വണ്ടി കയറ്റുമ്പോൾ 5 ഉള്ളത്. വണ്ടിന്റെ മുകളിലേക്ക് കയറ്റി താഴെ ചാർജ് ജംഗ്ഷനിൽ ഇറക്കുമ്പോഴത്തേക്ക് 3%. ഒന്നും ചെയ്യില്ല, വണ്ടിന്റെ മുകളിലേക്ക് കയറ്റി താഴെ ഇറക്കുമ്പോൾ 3%. അപ്പൊ എന്ത് സർവീസ് ഷോറൂമുകാർ എന്താ പറയുന്നത്? ഷോറൂമുകാർ പറഞ്ഞു വെച്ചാൽ ഈ 5 ടൈം സ്ലോ ചാർജ് ആണ് പറഞ്ഞത്. റെമഡി ആയിട്ട് നോർമൽ ആയിട്ടല്ല, 20% താഴെ ബാറ്ററി കൊണ്ടുപോവുക. അത് കഴിഞ്ഞിട്ട് 100 ആയിട്ട് ബാറ്ററി എടുക്കാൻ പാടുള്ളൂ. 20% താഴെ പോയാൽ 100 ആക്കിയിട്ടേ പിന്നെ എടുക്കാൻ പാടുള്ളൂ. അത് 5 ടൈം ചെയ്തിട്ട് അതിന് ഗ്രാഫ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. 5 വട്ടം ഈ സൈക്കിൾ തന്നെ ചെയ്യാം. അതിപ്പോ നമ്മളിപ്പോ ഒരു ചാർജ് ചെയ്ത് ഒരു 60 ഒക്കെ ആയ സമയത്ത് നമുക്ക് എവിടെ പോകണം തോന്നിയാൽ വണ്ടി എടുത്ത് 5 ടൈം അവിടെ കട്ടായി. വീണ്ടും അതിന്റെ ചെയ്യണം. നമുക്ക് ചലഞ്ചാണ്. വണ്ടി എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗെയിം കളിക്കും പോലെയാണ്. ഇത് നമ്മൾ കംപ്ലീറ്റ് ആക്കി നമ്മൾ ജയിച്ചു. അതുപോലെ പക്ഷെ അത് ഞാൻ കംപ്ലീറ്റ് ആക്കേണ്ടി ചാറ്റയോടെ തന്നെ പറഞ്ഞു എനിക്ക് പറ്റില്ല. അവിടെ വണ്ടി പോയി ഇട്ടു. അവരെന്ത് ചെയ്ത് ഒരു 22 ദിവസം വണ്ടി അവിടെ വെച്ചു. അതിന് എമൗണ്ട് എനിക്ക് തന്നിന് 1200 വെച്ചിട്ട് എമൗണ്ട് എനിക്ക് തന്നു. അവർ ചെക്ക് ചെയ്തു, അവർ ആ ഡാറ്റ ഒക്കെ അയച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മെസ്സേജ് അയച്ചു പറയുന്നത് ഒരു 3 ടൈം സ്ലോ ചാർജ് ചെയ്യണം. ഈ സെയിം പ്രോസസ്സ് എന്നോട് പറഞ്ഞാൽ 25 ആക്കിയാൽ മതി. ഞാൻ ഒന്ന് 25 ആക്കി കൊടുത്തു. പിന്നെയുള്ളത് 80 ആയി, പിന്നെയുള്ളത് 22 ആയി. ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് 25 അല്ലേ നമ്മൾ പറഞ്ഞത്, ഒന്ന് 80 ഉണ്ടല്ലോ, ഒന്ന് ഇങ്ങനെ ഉണ്ടല്ലോ. നമുക്ക് എപ്പം കറക്റ്റ് 25 ചാർജ് ചെയ്ത് 100 ആക്കാൻ പറ്റും. എക്സ്ട്രാ ഒരു വണ്ടി ഉണ്ടെങ്കിൽ കളിക്കാൻ പറ്റും. ഇത് അല്ലാത്ത നമുക്കിപ്പോ വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് അൺഎക്സ്പെക്ടഡ് അങ്ങോട്ട് പോകുന്ന എമർജൻസി കേസ് അത് ഇതെന്ന് പറഞ്ഞാൽ അതിനല്ലേ EV എടുക്കുന്നത്. അതെ, അതുമല്ല ചാർജ് കുറക്കുന്ന കുഴപ്പമില്ല. ഇത് 100 ആക്കിയിട്ട് എടുക്കാനും പാടുള്ളൂ. അതും 3 ടൈം കണ്ടിന്യൂസ് ആണ്, നടക്കുന്ന കാര്യമല്ല. അത് എനിക്ക് തോന്നുന്നു ഈ ബാറ്ററി മാറ്റി തരാതിരിക്കാനുള്ളവരുടെ ഒരു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യും, മതി 20% അല്ലേ ഒഴിവാക്കാൻ ഒഴിവാക്കും. ഒരു 100-90% ഒഴിവാക്കും. അതായത് ശരിയാക്കാൻ പോവാതെ ഇങ്ങനെ തന്നെ ഓടിക്കും. കാരണം നമുക്ക് ടൈം വേസ്റ്റ് ആണ്. എനിക്ക് ഇപ്പൊ ഒരുപാട് വേസ്റ്റ് ആയി. പിന്നെ കോഴിക്കോട് ഇങ്ങോട്ട് വരുമ്പോൾ ചിലപ്പോൾ ഒരു 30% ഉണ്ടാവും. എനിക്ക് വീട്ടിൽ നോർമൽ എത്താൻ പറ്റും. ഇതിപ്പോ 20% ഇഷ്യൂ കൊണ്ട് എത്താൻ പറ്റില്ല. വീണ്ടും അരമണിക്കൂർ വണ്ടി കുത്തിയേക്കേണ്ടി വരും. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ വേറൊരു കസ്റ്റമർ പറഞ്ഞ കാര്യം വെച്ചാൽ അവരോട് പറഞ്ഞ വേറൊരു കാര്യമാണ്. 5 ടൈം സ്ലോ ചാർജ് അല്ല, സ്ലോ ചാർജ് തന്നെ 20-100. പക്ഷെ 1500 കിലോമീറ്റർ ഓടണം. 1500 കിലോമീറ്റർ ഓടുമ്പോൾ ഫുൾ ചാർജ് ചെയ്യേണ്ടതും 20-100 മാത്രം. അതൊരു ടാസ്കാ ശരി. അത് പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ കറക്റ്റ് സൈക്കിൾ വെച്ചിട്ട് നമ്മൾ വണ്ടി ശരിയാക്കാനാണെങ്കിൽ അത് ഇങ്ങനെ അത് പോസിബിൾ ആവുക വെച്ചാൽ നമുക്കൊരു മാസം ഇതിനു വേണ്ടി മാറ്റി വെക്കുവാണെങ്കിൽ നമ്മുടെ വർക്ക് എക്സ്ട്രാ ഒരു വണ്ടിയും വേണം. കാരണം എമർജൻസി കേസിൽ ഓടാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു സാധനം സൈക്കിൾ ക്ലിയർ ആക്കി അവർക്ക് റിപ്പോർട്ട് കൊടുത്താൽ മാത്രമേ അവർ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകത്തുള്ളൂ. സ്റ്റെപ്പിലോട്ട് പോകുന്ന പറഞ്ഞത്. പക്ഷെ എന്റെ ഇപ്പൊ സ്റ്റെപ്പിലോട്ട് പോയിട്ടും അവരിപ്പോ എന്നോട് അടുത്ത വെനസ്ഡേ വരാനാണ് പറഞ്ഞത്. അവർ പറഞ്ഞാൽ അപ്ഡേഷൻ ചെയ്ത് നോക്കാനുണ്ട്. അത് ബാറ്ററിയുടെ സൈഡിൽ നിന്ന് വന്ന മെയിലാണ്.
ഒരു അപ്ഡേഷൻ ചെയ്ത് നോക്കിയാൽ അപ്പൊ റെഡി ആവുന്നത്. പക്ഷെ എനിക്ക് ബാറ്ററി ഇഷ്യൂ അപ്ഡേഷൻ ചെയ്ത് റെഡി ആവാം. അതായത് ആക്ച്വലി ഇത് സെല്ലിന്റെ ഇഷ്യൂ ആണെന്നാണ് തോന്നുന്നത്. ചെറിയ ഇഷ്യൂ ആണ്, കാരണം 20% കഴിയുമ്പോൾ ബാറ്ററി ഡൗൺ ആവും. ചാർജ് ചെയ്താൽ 80 കഴിഞ്ഞാൽ ബാറ്ററി എപ്പോഴും ജമ്പ് ആയിട്ട് 100ലേക്ക് എത്തും. ഈ ഗ്രാഫ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചാർജ് സമയത്ത് 80, ഒരു ദിവസം അല്ല എപ്പോഴും അങ്ങനെയാണ്. എപ്പോഴും അതായത് 20% താഴെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നതെങ്കിൽ ഒരു 15 ആയിട്ട് ചാർജ് ചെയ്യുന്ന സമയത്ത് 80 കഴിഞ്ഞാൽ സ്ലോ ചാർജ് നിന്ന് നേരെ ജമ്പ് ആയിട്ട് 100ലേക്ക് എത്തും. 80 അല്ലെ 85 ഒക്കെ കുറച്ച് സമയം കൊണ്ട്. എത്ര സമയം കൊണ്ട്? ഒറ്റടിക്ക് 80 കഴിഞ്ഞാൽ പിന്നെ 100. 81, 82 ഇല്ല, അതില്ല. അപ്പൊ അത് ബാറ്ററി ഇഷ്യൂ ആണ്. ഇതെങ്ങനെ ബഗ് ആയിട്ട് വരുന്നത്? അതാ ഇത് സോഫ്റ്റ്വെയർ ഇഷ്യൂ അല്ല, പക്ഷെ ആൾക്കാർ പറയുന്നത് സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണെന്നോ. ഈ സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണെന്ന് പറയുമ്പോൾ ഒരു അപ്ഡേറ്റ് വെച്ചിട്ട് അവർ തന്നിട്ട് നമുക്ക് ഇതിനെ പറ്റി അറിയുന്നില്ലേ. സോഫ്റ്റ്വെയർ ഇഷ്യൂ റെഡിയാക്കാൻ പറ്റും. ഇപ്പൊ ഫോണിന്റെ ബാറ്ററി സെയിം ലിഥിയം ബാറ്ററി അല്ലേ, ഫോണിന്റെ ബാറ്ററി ആണെങ്കിൽ ഹെൽത്ത് പറയുന്നുണ്ട്, അത് ഓക്കെ നോർമൽ തന്നെ. പക്ഷെ ഇത് ബാറ്ററി ഇഷ്യൂ ആണെന്ന് നമുക്ക് മനസ്സിലാവുണ്ട്, ആർക്കും തിരിയും. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഗൈസ്, നിങ്ങൾ നിങ്ങളുടെ ടാറ്റയുടെ വണ്ടി എസ്പെഷ്യലി പഞ്ച്, ടിയാഗോ, നെക്സോൺ, ഈ 3 വണ്ടി നോക്കി. ടിയാഗോന് ഇഷ്യൂ ഉണ്ട്, പക്ഷെ ടിയാഗോയുടെ ബാറ്ററി പാക്ക് വേറൊരു കമ്പനിയാണ്. കമ്പനിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അവർ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒക്റ്റിൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് ആണെങ്കിൽ നിങ്ങൾ ബാറ്ററി ഇവിടെ താഴെ കൊടുക്കണം. ആ ഒരു കമ്പനിയുടെ ബാറ്ററി ആണെങ്കിൽ നിങ്ങൾ പെടും. അത് നിങ്ങൾ നോക്കുക. അതുപോലെ നിങ്ങൾ മാസത്തിൽ ഒരു 1 or 2 വട്ടം നിങ്ങളൊരു 5% താഴെ ചാർജ് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. അങ്ങനെ പെർസെൻറ്റേജ് താഴെ കൊണ്ടുവന്നതിന് ഒരു പ്രശ്നമില്ല. ഒരിക്കലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ മറ്റേ 2%, 1% വണ്ടി ഓഫ് ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വീടിന്റെ പരിസരത്ത് തന്നെ നിങ്ങൾ ഓടിച്ചിട്ട് ഒരു 10 to 5% ഇടയ്ക്ക് നിങ്ങൾ മാസത്തിൽ 1 or 2 വട്ടം കൊണ്ടുപോയി കഴിയുമ്പോൾ നിങ്ങളുടെ ബാറ്ററിയുടെ സൈക്കിൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ബാറ്ററി പ്രോപ്പറായിട്ട് ബാക്കപ്പ് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇഷ്യൂ നമ്മുടെ വണ്ടിക്കുണ്ടോ, ഇതൊക്കെ നിങ്ങൾ മാക്സിമം ടെസ്റ്റ് ചെയ്തിട്ട് ഓടിക്കുക. കാരണം ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിയുടെ ബാറ്ററിയുടെ വാറണ്ടി കഴിയും. ഓൾമോസ്റ്റ് ഇപ്പൊ പഴയ വണ്ടിയാണ് അറിയാൻ പോകുന്നത്. ഇപ്പൊ 2024 എടുത്ത വണ്ടിയല്ലേ, പെട്ടെന്ന് നോക്കുന്നത് നല്ലത്. വാറണ്ടി കഴിഞ്ഞാൽ പിന്നെ അവർ ഫാസ്റ്റ് ആവും. 8 വർഷമല്ലേ ഉള്ളൂ. 8 വർഷം വാറണ്ടി. 8 വർഷം വാറണ്ടി ഉള്ളൂ. പുതിയ വണ്ടികൾക്ക് ഈ പ്രശ്നം വരത്തില്ല. ലൈഫ് ടൈം വാറണ്ടി. 8 വർഷം വാറണ്ടി ഉണ്ട്. ഈ ഇഷ്യൂ തുടങ്ങിയിട്ട് ജനുവരി ആയി, ഇപ്പൊ 4-5 മാസമായി. വാറണ്ടി ഉണ്ട്, പക്ഷെ ഇതുവരെ മാറ്റി കിട്ടിയില്ല. അതെ, അതായത് കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് വർഷങ്ങളായി പോയി. നമുക്ക് വാറണ്ടി എന്തായാലും കിട്ടും, പക്ഷെ ഇത് ടൈം എടുക്കും. ഓക്കെ, അപ്പൊ വണ്ടിയുടെ കാലൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കണം. ഇത് ഇപ്പൊ ഇവൻ പറഞ്ഞപ്പോ എനിക്കൊരു പേടി, ഇനി എനിക്ക് വണ്ടി പൊക്കിയിട്ട് നോക്കണം ഏത് കമ്പനിയുടെ ബ്രാൻഡിന്റെ ബാറ്ററി പാക്കേജ് ആണ് അതിനകത്ത് ഇരിക്കുന്നതെന്ന്. ഈ പറഞ്ഞ പോലെ റിജക്ട് ചെയ്യാൻ മാത്രം തുരിഞ്ഞിരിക്കുന്ന ബാറ്ററി പാക്കിന്റെ കമ്പനി ആണെങ്കിൽ നമ്മളെ ഇങ്ങനെ കിടന്ന് ഓടിക്കേണ്ടി വരും അല്ലേ. ഇതിപ്പോ ഇഷ്യൂ ടാറ്റയുടെ സർവീസ് കാര്യങ്ങളൊക്കെയാണ് അവർ പ്രോപ്പർ, അവരുടെ സൈഡിൽ നിന്ന് നല്ല കിടുവാണ്. അവർ പ്രോപ്പറായിട്ട് റിപ്ലൈ ഉണ്ട്. അവർ ഫോൺ വെച്ച് എടുക്കാണ്ട് അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഏത് ടീമാണുള്ള? ഇവിടെ കണ്ണൂർ ടാറ്റ ഇവിടെയാണ് ഷോറൂം. താഴ്ച അവർ പ്രോപ്പറായിട്ട് ഫോൺ വെച്ചെടുക്കും, കാര്യങ്ങൾ പറയാനുണ്ട്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ മെയിൽ അയക്കുന്നു, അവിടുന്ന് വരുന്ന റെസ്പോൺസ് ഇവിടെ ആയിരിക്കും. ഞാൻ ചോദിച്ചു എന്താ സംഭവം, അപ്പൊ അവർ പറഞ്ഞിട്ട് ബാറ്ററിയുടെ ടീമിന്റെ സൈഡിൽ നിന്ന് വരുന്ന റിപ്പോർട്ടാണ്. അവരിപ്പോ ഇനി മെയിൽ അയക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോ ഒരു അപ്ഡേഷൻ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്ത് നോക്കണം എന്ന് അവർ പറഞ്ഞത്. സംഭവം പിന്നെ അവർ ടെസ്റ്റ് ചെയ്തു. ഞാൻ അവരോട് ചോദിച്ചു ഇഷ്യൂ ഉണ്ടോ, നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഇഷ്യൂ കാണുന്നുണ്ട്. അവരെന്നെ പറഞ്ഞു ചെക്ക് ചെയ്യും. കാരണം ഞാൻ 25% വണ്ടി അവിടെ വെച്ചിട്ട് പോയതാണ്. അവരെന്നെ ഓടിച്ചു നോക്കി, അവർ ഓഫ് ആയി നോക്കുക. ഞാൻ ഗ്രാഫ് കാണല്ലോ 0% ആയിട്ടുണ്ട്. അത് ജമ്പ് ഓഫായി. അവരെ എടുത്ത് ഓഫ് ആയത് അങ്ങനെ അറിയില്ല. വേറെ ലൊക്കേഷനിലെ വണ്ടി ഉള്ളത്. ആ സമയത്ത് 0% ആയിട്ട് ഞാൻ ഗ്രാഫിൽ നോക്കുന്നുണ്ട്. അപ്പൊ 0% വണ്ടി ഓഫ് ആയി. ഞാൻ 1 മാസം കഴിഞ്ഞിട്ട് പോയപ്പോൾ ചോദിച്ചു വണ്ടി എടുക്കുമ്പോൾ, നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇഷ്യൂ കണ്ടിട്ടുണ്ട്, റിപ്പോർട്ട് അയക്കാം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ എന്ത് വിശ്വസിച്ച് ലോങ് പോകും. അതാണ് എനിക്ക് അന്ന് ഞാൻ വീട്ടിലേക്ക് വരുമ്പോ എല്ലാ വണ്ടി ഓഫ് ആയത്. ഞാൻ അധികം നൈറ്റ് ട്രാവൽ ചെയ്തത്. ഒരു 10 മണിക്ക് വിട്ടിട്ട് രാവിലെ 6 മണി 7 മണിക്ക് കൊച്ചിയിലെത്തുന്നതിലെ പോലെ. അങ്ങനെയുള്ള സമയത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പാതിരാത്രിയിൽ ടയർ പൊട്ടിയാൽ പോലും ആരെയും കിട്ടത്തില്ല. പിന്നെയാണ് വണ്ടി ഓഫ് ആയി കഴിഞ്ഞാൽ ടയർ പൊട്ടിയിട്ട് ഇതിന്റെ ടയർ അറിയാലോ പടപടാന്നാണ്. ചെറിയ ഇപ്പോഴത്തെ പൊട്ട റോഡിൽ ഈ പറഞ്ഞ എന്തുവാണ് ആ കോഴിക്കോട് നിന്ന് കണ്ണൂര് വരുന്ന റോഡ്, ഷോഗർ റോഡ്, വൻ ഷോഗർ റോഡ്. അപ്പൊ അതുവഴി വരുമ്പോഴൊക്കെ നിങ്ങൾ വണ്ടിയുടെ ടയർ കൂടെ നോക്കണം. അപ്പൊ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഒന്ന് കൺവേ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇപ്പൊ നിങ്ങളുടെ വണ്ടി നിങ്ങൾ ടാറ്റ വണ്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്തോ. ഇത് പറഞ്ഞ പോലെ ഹെയ്റ്റ് ക്യാമ്പയിൻ അങ്ങനത്തെ സാധനങ്ങൾ നടത്താൻ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ, ഇപ്പൊ സിആർ വരുന്നില്ലേ, അത് എടുക്കുന്ന മുന്നേ ചെക്ക് ചെയ്തു. ഫസ്റ്റ് വരുന്ന ബാച്ചിന് ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ട്. എപ്പോഴും ഇപ്പൊ എന്റെ വണ്ടി ഫസ്റ്റ് ബാച്ചിന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്റെ വണ്ടിക്കും ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓടിച്ചാടി ബുക്ക് ചെയ്യുന്ന കുറച്ച് ടാസ്ക് ആയിരിക്കും. അതെ, എപ്പോഴും ഇന്ത്യൻ കമ്പനികൾ, ഞാൻ അന്നും എന്നും പറയാറുണ്ട്, ഇന്ത്യൻ കമ്പനിയുടെ വണ്ടികൾ ഫസ്റ്റ് ബാച്ച് എടുക്കുന്നതിന് പകരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് സെക്കൻഡ് ബാച്ച് വരുന്നവരെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കംപ്ലൈന്റ്സ് കുറവുള്ള മോഡൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയേക്കാം. ചിലപ്പോൾ ഫസ്റ്റ് ബാച്ച് അടിപൊളിയായിരിക്കാം ഈ മേക്കിംഗ്, ചിലപ്പോൾ ഓക്കെ ആയിരിക്കാം. ഇവർ നല്ല റിസർച്ച് നടത്തുന്നില്ല. ചില സമയത്ത് ഇഷ്യൂ ഉണ്ട്. ഇത് നമ്മളെ വെച്ചാൽ ടെസ്റ്റ് ചെയ്യുന്നത് വണ്ടിയുടെ ഓരോ ഇഷ്യൂസും. ഞാൻ വണ്ടി എടുത്ത സമയത്തില്ലേ ഫാസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ ഗണ്ണിൽ ലോക്കായി പോകും. എന്നിട്ട് ആ ഗണ്ണിന്റെ സെറ്റ് മൊത്തം മാറ്റി ചെയ്ത് അവര് അത് ഫ്രീ ആയിട്ട് മാറ്റി തന്നെ ഇതിനകത്ത് കെട്ടിനാണല്ലോ അവർ ചേരാ റെഡിയാ. പക്ഷെ ഇങ്ങനെ കംപ്ലൈന്റ് വന്നാൽ നമുക്ക് ദിവസവും ഷോറൂമിൽ ഈ ഗണ്ണിന്റെ ലോക്കിന്റെ ചാറ്റയുടെ ആയതുകൊണ്ട് പെട്ടെന്ന് മാറ്റി തന്നു. ടീമിന്റേതായതുകൊണ്ട് അവിടെ ടാറ്റയെ കുറ്റം പറയില്ല. പക്ഷെ നമ്മൾ ടാറ്റ വണ്ടി വാങ്ങിയത്. അതെ, അപ്പൊ ടാറ്റ ഉത്തരവാദിയാണ്. ഉത്തരവാദി. അപ്പൊ ഈ ഒരു കാര്യം പറയാനാണ് നമ്മൾ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻ ആൻഡ് നിങ്ങളുടെ സജഷൻസ്. ഇഷ്യൂ ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് വന്നിട്ട് പറയണേ.
അതുപോലെ എന്റെ ഗ്രാഫ് ഫുൾ സ്ലോ ചാർജ് ആണ്. എല്ലാം നമുക്ക് ആപ്പിൽ കാണാൻ പറ്റും. നമുക്ക് ആപ്പിൽ ഫുൾ അനലിറ്റിക്സ് നമുക്ക് അതിനകത്ത് കിട്ടും. ചാർജിങ്ങിൻ്റെത്, ഓടുന്നതിൻ്റെത്, ചാർജ് കയറുന്നതിൻ്റെ, ചാർജ് ഇറങ്ങി പോകുന്നതിൻ്റെ എല്ലാം കിട്ടത്തില്ല. എല്ലാം കിട്ടും. എല്ലാം ടാറ്റ.tv ആപ്പിനകത്ത് കിട്ടും. അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടിയുടെ ഹെൽത്ത്. നിങ്ങൾ വണ്ടി ഓടിക്കുക, ടയർ കാറ്റടിക്കുക, ചാർജ് ചെയ്യുക, പോവുക മാത്രമല്ല ഈ പറഞ്ഞ കാര്യം കൂടെ ചെക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാറണ്ടി കഴിഞ്ഞിട്ട് ചിലപ്പോൾ അറിയാൻ പറ്റും. അതെ. അതുകൊണ്ട് ഫാസ്റ്റ് ചാർജ് ചെയ്യുന്നെങ്കിൽ സ്ലോ ചാർജ് ചെയ്യുന്നെങ്കിലും ജസ്റ്റ് 20% താഴെ ഓടിച്ച് നോക്കുക. ഓക്കെ, ബൈ ബൈ.